കേരളത്തിലുള്ളവര് പഠിപ്പുള്ളവരും ബുദ്ധിയുള്ളവരുമാണെന്ന് എല്ലാം ജനങ്ങൾ തന്നെ തെളിയിച്ചു. പക്ഷെ ആ സത്യം ജയിപ്പിച്ചെടുക്കേണ്ടത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഞാനോ എന്റെ ഫാമിലിയോ ആരെവിടെ എന്തൊരു പോസ്റ്റ് ഇട്ടാലും ചിലവർ മോശം പറയും, ചിലർ നല്ലത് പറയും. അപ്പൊ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ പറയുന്നുണ്ട്, അവര് ജാതിക്കാർഡൊക്കെ എടുത്തിട്ടു, ഇനിയിപ്പോൾ അത് പലയിടത്തും വർക്ക് ആവുമെന്ന് പോലും എന്റെ മനസ്സിൽ കൂടെ പോയി. പക്ഷെ ഇല്ല, കേരളത്തിലുള്ളവര് പഠിപ്പുള്ളവരും ബുദ്ധിയുള്ളവരുമാണെന്ന് എല്ലാം ജനങ്ങൾ തന്നെ തെളിയിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, അച്ഛന്റെ പാർട്ടി ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ മതം ഏതോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ കേരളത്തിലുള്ളവരാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കും ഈ കാര്യത്തിൽ. പക്ഷെ ഒരു കാര്യം അപ്പോഴും വിശ്വസിക്കുന്നു, സത്യം തന്നെ ജയിക്കും. പക്ഷെ ആ സത്യം ജയിപ്പിച്ചെടുക്കേണ്ടത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ. ദൈവാധീനം കൊണ്ട് ഇതൊരു വലിയ വാക്ക് പറയല്ല. സിനിമാ രംഗത്തും രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കുട്ടികളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നമുക്കൊരു തിരിച്ചറിവും കുറച്ച് ബന്ധങ്ങളും എല്ലാവരുമായിട്ട് നമുക്കറിയാം. എന്നിട്ട് ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിലെ ഒരാൾ ഒരു പരാതിയുമായിട്ട് പോയാൽ തെളിയിക്കാൻ കയ്യിലൊന്നും ഇല്ലെങ്കിൽ പെട്ടുപോകും. ഇതിന് അധികാരികളോടൊക്കെ ഒരു വിനീതമായ അഭ്യർത്ഥന, പണക്കാരനോ പാവപ്പെട്ടോ നോക്കരുത്. നീതി നടപ്പാക്കാനാണ് ശമ്പളം പറ്റിയിരിക്കുന്നത്. ഈ ശമ്പളം പോലും ഒരു രാഷ്ട്രീയക്കാരൻ പോലും ശരിക്കും ആരാണ്? ഒരു പബ്ലിക് സർവന്റ് എന്നാണ് പറയുന്നത്. അതായത് പൊതുജനങ്ങളുടെ കൂട്ടത്തിൽ